ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഗ്ലാസ് കട്ടൻ ചായ എടുത്തിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കുടിക്കാൻ വേണ്ടിയിട്ട്. അതിനിപ്പോൾ തന്നിട്ട് കുടിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ കടലക്കറിയും ദോശയാക്കാമെന്നാണ് വിചാരിക്കുന്നത് രാവിലത്തേക്ക്. അപ്പോൾ കടല കഴുകിയിട്ട് കുക്കറിൽ വെച്ച് വേവിക്കാനും വെക്കുന്നുണ്ട്, സ്പൂണും ഉപ്പെല്ലാം ഇട്ടിട്ട്. ശേഷം പിന്നെ ദോശക്ക് അരക്കാനുണ്ട്. കുക്കറിൽ എന്തെങ്കിലും നമ്മൾ വേവിക്കാൻ വെക്കുന്ന സമയത്ത് സ്പൂൺ ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ വെള്ളം അങ്ങനെ വിസിലടിക്കുന്ന സമയത്ത് അങ്ങനെ പുറത്തേക്ക് വരാണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സ്പൂൺ ഇട്ടിട്ട് വെക്കുന്നത്. എന്നിട്ട് പിന്നെ ഞാൻ കറണ്ട് അടുപ്പിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ദോശക്ക് പച്ചരിയെല്ലാം ഞാൻ കഴുകിയിട്ട് ജാറിലിട്ട് വെച്ചിട്ടുണ്ട്. അതെല്ലാം അരച്ചെടുത്തിട്ട് പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ ആവശ്യത്തിന് വെള്ളവും ഉപ്പെല്ലാം നോക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കുക. ദോശയെല്ലാം ഞാൻ ചുട്ട് തുടങ്ങി. അപ്പം പച്ചരി അത്ര കൊണമില്ലാത്ത പച്ചരിയാണ്, അതുകൊണ്ട് അധികം വെള്ളമാക്കിയിട്ടില്ല ഞാൻ ദോശ ചുടുമ്പോൾ. ഓരോ ദോശയായിട്ട് നമുക്ക് ഇങ്ങനെ ചുട്ടെടുക്കാം. ദോശയൊക്കെ ഞാൻ ഗ്യാസുമ്മയാണ് ചുടുന്നത്, കറണ്ട് അടുപ്പിൽ ആവൂല. അപ്പം നമുക്ക് ഓരോ ദോശ ആയിട്ട് ചുട്ടെടുക്കാം. അധികം നേർത്തതല്ലാണ്ടാണ് ഞാൻ ചുട്ടെടുക്കുന്നത്. കാണുമ്പോൾ നേർത്ത പോലെയുണ്ട്, പക്ഷെ അധികം നേർത്തതല്ല ആക്കുന്നത്. ദോശ ചുടണമെങ്കിൽ തന്നെ നല്ലോണം ക്ഷമ വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഒട്ടും ക്ഷമയില്ലാത്തൊരു കാര്യമാണ് ദോശ ചുടൽ. അപ്പോഴത്തേക്ക് ഇപ്പുറത്ത് വിസിൽ എല്ലായി കടല വേവിക്കാൻ വെച്ചെടുത്തുനിന്ന്. അപ്പം ഞാൻ കടലക്കറി ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയിട്ടാണ് ആക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിയും തക്കാളി പച്ചമുളക് ഇതെല്ലാം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതിപ്പം വാട്ടിയിട്ട് പൊടികളെല്ലാം ഇട്ട് പച്ചച്ചുവ മാറുന്ന വരെ വാട്ടിയെടുത്ത ശേഷം ആ വെന്ത കടല ഇട്ട് നല്ലോണം തിളപ്പിക്കും. ആവശ്യത്തിന് കുറുകിയ ശേഷം ഞാൻ പിന്നെ ഓഫ് ചെയ്ത് വെക്കും. അപ്പോൾ കറിക്ക് വെച്ച ശേഷം ഞാൻ പിന്നെ പാത്രങ്ങളൊക്കെ വടിച്ചെടുത്തിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞ് വന്ന ശേഷം ഞാൻ പൊന്നൂസ് നോക്കുമ്പോൾ നല്ല ഉറക്കമാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ദോശയും കടലക്കറിയും എടുത്തിട്ട് ചായ കുടിച്ചു. പിന്നെ ചോറെല്ലാം വെന്ത ശേഷം വാർത്ത് അപ്പോഴത്തേക്ക് പൊന്നൂസ് എണിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ വേഗം തന്നെ ചായയൊക്കെ വെച്ച് രണ്ടാമതോക്ക് പല്ലെല്ലാം തേപ്പിച്ച് കൊടുത്തു. മുറ്റത്ത് വന്നിട്ടാണ് പല്ലെല്ലാം തേപ്പിച്ച് കൊടുക്കല്, സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട്. വേഗം തന്നെ കുളിപ്പിക്കാമെന്ന് വെച്ചതാണ്. തലക്ക് എണ്ണയെല്ലാം തേച്ച് കൊടുത്ത് കുളിപ്പിച്ച് സുന്ദരി കുട്ടിയാക്കിയെന്ന്. കുപ്പായയിൽ ഇട്ട് കൊടുത്തതാണ്, കൺമഷിയെല്ലാം വെച്ച് കൊടുക്കുകയെന്ന്. ഇതിനിടയ്ക്ക് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ മേടിച്ചിട്ടുണ്ടായിന്. അപ്പോൾ അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഇതിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കാവേ. അപ്പോൾ പൊന്നൂസ് കൺമഷിയെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് പൊന്നൂസിന്. ഇനിയിപ്പോൾ നമുക്ക് പൊന്നൂസിന് ചായ കൊടുക്കാം. ദോശയും കടലക്കറിയും കൂട്ടിയിട്ട് ഞാൻ പൊന്നൂസിന് വേഗം തന്നെ ചായ കൊടുക്കട്ടെ. ചായ കുടിയെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ പിന്നെ വീട്ടിൽ നിന്ന് കുറച്ച് ഐസ്ക്രീം കൊണ്ടുവന്നിട്ടുണ്ടായിനെ. അപ്പം അത് പൊന്നൂസിന് കൊടുക്കുകയെന്ന്. അപ്പോൾ തക്കുടുവാന്ന് നിങ്ങളുടെ പൊന്നൂസിൻ്റെ അടുത്ത് ഉണ്ടായിനെ, കുറച്ച് ഓപ്പും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. നല്ലൊരു വീഡിയോ ആയിട്ട്